ഹലോ, ഇറ്റ്സ് മീ ഗോബു ചിന്തുവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ചിന്തു ചേട്ടൻ്റെ +1 +2 ഒരു റീയൂണിയൻ ആണ്. അപ്പോൾ ഗവൺമെൻറ് HSS പുന്നമൂടാണ് ചിന്തു ചേട്ടൻ +1 +2 പഠിച്ചത്. അപ്പോൾ കൂടെ പഠിച്ച എല്ലാവരും ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞാവയും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ റീയൂണിയൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മളിതാ സ്കൂളിലെത്തി കേട്ടോ. ഇതാണ് എൻ്റെ ചിന്തു ചേട്ടൻ പഠിച്ചിരുന്ന ഗവൺമെൻറ് HSS പുന്നമൂട് സ്കൂളെത്തിയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ സ്കൂളൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ നമ്മളെത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി. ഏകദേശം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ചിന്തു ചേട്ടൻ കാർ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനും കുഞ്ഞാവയും കൂടെ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ചേട്ടൻ്റെ ഫ്രണ്ട്സിനെയും സാർമാരെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ അച്ഛൻ്റെയും മോൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോയൊക്കെ അവരെടുത്തു. അപ്പോഴത്തേക്കും അവിടെ ഹാളിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. സ്വാഗത പ്രസംഗവും ഈശ്വര പ്രാർത്ഥനയൊക്കെ പാടിയത് ഈ ചേച്ചിയാണ്. അത് കഴിഞ്ഞ് സാറുമാരും ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാം കൂടെ ചേർന്ന് വിളക്കൊക്കെ തെളിയിച്ചു. 2006-2008 കൊമേഴ്സ് ബാച്ചായിരുന്നു ഇവർ. ഈ റീയൂണിയന് ഇവർ നൽകിയ പേര് സൗഹൃദം എന്നായിരുന്നു. അത് കഴിഞ്ഞ് സാറുമാരെ ടീച്ചേഴ്സിനെയൊക്കെ സ്വാഗതം ചെയ്തു. വന്നവരെ എല്ലാവരെയും സ്വാഗതം ചെയ്തു. അത് കഴിഞ്ഞ് ടീച്ചേഴ്സിനും സാറുമാർക്കും എല്ലാം ഒരു പൊന്നാടയും മൊമെൻറ്റോയും നൽകി അവരെ ആദരിക്കൽ ചടങ്ങായിരുന്നു. 10-16 വർഷങ്ങൾക്ക് ശേഷവും സാറുമാരും ടീച്ചേഴ്സും എല്ലാ സ്റ്റുഡൻസിനെയും ഇന്നലെ കണ്ട പോലെ ഓർത്തു വെച്ചിരിക്കുന്നു. അതാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. കാരണം അവർ ക്ലാസ്സിൽ കാണിച്ച ഓരോ കുസൃതികളും തമാശകളും എല്ലാം സാറുമാർ സംസാരിച്ചപ്പോഴത്തേക്കും ഇത്രമാത്രം എങ്ങനെ ഓർത്തു വെച്ചിരിക്കുന്ന ഓരോ കുട്ടികളെയെന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം അവരുടെ ജീവിതത്തിലൂടെ എത്രമാത്രം കുട്ടികളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരെല്ലാവരെയും ഇന്നലെ പോലെ ഓർത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ എല്ലാം സംസാരം കഴിഞ്ഞ ശേഷം ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. കേക്ക് കട്ടിങ് കഴിഞ്ഞു. പിന്നെ ഓരോ സ്റ്റുഡൻസും അവരുടെ സ്കൂൾ കാലഘട്ടത്തിലുണ്ടായിരുന്ന മെമ്മറീസൊക്കെ ഷെയർ ചെയ്യാണ്. എൻ്റെ ചേട്ടനും സ്കൂൾ കാലഘട്ടത്തിലെ മെമ്മറീസൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ എക്സൈറ്റ്മെൻറ്റോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ചേട്ടന് ചെറിയൊരു സ്റ്റേജ് ഫിയറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പഠിക്കുന്ന സമയത്ത് മെമിക്രിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്രയും വർഷമായില്ലേ സ്റ്റേജിൽ ഇങ്ങനെ മൈക്കൊക്കെ പിടിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ എക്സൈറ്റ്മെൻറ്റോട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കൂട്ടുകാരും എല്ലാവരും വന്നിട്ട് അവരുടെ സ്കൂൾ ടൈമിലുള്ള മെമ്മറീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സും ആയിട്ട് എല്ലാവരുമായിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് കഴിഞ്ഞ് ഫാമിലീസും കൂടെ ചേർന്നിട്ടുള്ള ഫോട്ടോസും ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡെന്ന് പറഞ്ഞാൽ നല്ല കിടിലം ബിരിയാണി ആയിരുന്നു. അപ്പം നമ്മൾ കഴിക്കാൻ നേരത്ത് കുഞ്ഞാവ ചെറിയ പിണക്കമൊക്കെ ആയതുകൊണ്ട് ചേട്ടൻ്റെ കൂട്ടുകാരൊക്കെ കുഞ്ഞിനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് എന്നെയും കുഞ്ഞിനെയും ചേട്ടൻ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ചേട്ടൻ തിരിച്ചു വന്നു. കാരണം കുഞ്ഞാവ ചെറിയ പിണക്കമൊക്കെ ആയതുകൊണ്ട്. അതിന് ഞങ്ങൾ പോയ ശേഷമായിരുന്നു കലാപരിപാടികളൊക്കെ കേട്ടോ. ഇപ്പോൾ ഇവരുടെയൊക്കെ മക്കളുടെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവരുടെ തന്നെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടൊരു കലാശക്കൊട്ടായിരുന്നു. അതൊക്കെ നമുക്ക് മിസ്സായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ റീയൂണിയൻ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.